Hello guys, welcome to my channel. So ഇന്ന് നല്ല മഴയുണ്ട് guys. So like മഴയുടെ ശബ്ദം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചേക്കണം. ഇല്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ക്യൂസാറ്റ് PYQs മാത്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The lines x minus y minus 2 equal to 0, x plus y minus 4 equal to 0, x plus 3y equal to 6 meet at a common point. ഇത് മൂന്ന് മീറ്റ് ചെയ്യുന്ന കോമൺ പോയിൻ്റാണ് ചോദിച്ചേക്കുന്നത്. സോ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഫസ്റ്റത്തെ രണ്ടെണ്ണം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും എന്താണെന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2x ഈക്വൽ ടു 6x ഈക്വൽ ടു 3 നും y ഈക്വൽ ടു 3 മൈനസ് 2 ദാറ്റ് ഈക്വൽ ടു 1, 3,1 എന്ന് കിട്ടും. 3,1 ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ 3,1 ഈസ് അവർ ആൻസർ. ഇതൊരു റിലേറ്റീവ്ലി സിമ്പിൾ ചോദ്യമായിരുന്നു. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് പ്രോബ്ലം. So question number 2. Okay, ഇത് ഇക്വേഷൻ ഓഫ് എ കോഡ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. x² + y² - 4x = 0 ആണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. ഹൂസ് മിഡ് പോയിൻ്റ് ഈസ്, കോഡിൻ്റെ മിഡ് പോയിൻ്റ് 1.0 ആണ് തന്നിട്ടുണ്ട്. അതായത് ഒരു സർക്കിളാണ്, അതിൻ്റെ ഒരു കോഡുണ്ട്. ഈ കോഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് 1,0. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് കോഡ്. ഈ കോഡിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൈക്ക് സോ ഓപ്ഷൻസ് ഇതാണ്: y = 2, y = 1, x = 2, x = 1. ഓക്കെ, സോ ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പോയിൻ്റ് ഈ ലൈനിൽ ലൈ ചെയ്യണമല്ലോ. ഈ കോഡിൻ്റെ മിഡ് പോയിൻ്റ് ആണല്ലോ 1,0. 1,0 എന്തായാലും ആ ലൈനിൽ ഉണ്ടായിരിക്കണമല്ലോ. 1,0 ഇട്ട് കൊടുത്താൽ y minus 2 equal to 0 ആണ് ഇക്വേഷൻ, y minus 1 equal to 0 ആണ് ഇക്വേഷൻ, x minus 2 equal to 0 ആണ് ഇക്വേഷൻ, x minus 1 equal to 0 ആണ് ഇക്വേഷൻ. ഇതിൽ നമ്മൾ ഈ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ആൻസർ x = 1 ആണ്. x = 1 ആണ് കോഡിൻ്റെ ഇക്വേഷൻ. പക്ഷേ എപ്പോഴും ഇങ്ങനെ സംഭവിക്കണമെന്ന് ആവശ്യമില്ല. കാരണം ചില സമയത്ത് വൈയും ചിലപ്പോൾ തന്നേക്കാം. അപ്പോൾ ലൈക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു ഐഡിയ പറയാം. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലൈക്ക് വേണമെങ്കിൽ നമ്മൾ ഈ സർക്കിൾ പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇതിനൊരു സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. മിഡ് പോയിൻ്റ് ഓഫ് കോഡ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തോ t = s1 അങ്ങനെ എന്തോ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഇക്വേഷൻസൊക്കെ നമ്മൾ ലൈക്ക് ജെയ്ക്കും അഡ്വാൻസും മെയിൻസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ലൈക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം, പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഈ സാധനം ഇതിൽ ഓരോ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി, കോഡിൻ്റെ ഇക്വേഷൻ കിട്ടും. പക്ഷേ ഇനി അതല്ല, നമുക്ക് ലൈക്ക് വേറൊരു മെത്തേഡ് നോക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സർക്കിളിനെ വരയ്ക്കാം. ഓക്കെ, സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കിൾ നമ്മൾ ഈ -4x എന്നൊക്കെ എഴുതിയിരിക്കുന്നത് മോശമല്ലേ. അപ്പം നമുക്ക് ഇതിനൊരു നമ്മുടെ മറ്റേ ഫോമില്ലേ, x² + y² = r² ഇങ്ങനെ എഴുതത്തില്ലേ, ഇങ്ങനെ വേണം നമുക്ക് ഇതിനൊന്ന് എഴുതി നോക്കാം. ഇപ്പോൾ നമുക്ക് x - 2 the whole square plus y² x ഇത്രയും നമ്മളെടുത്തു. ഇവിടെ ഒരു +4 ചെയ്തു, -4 ചെയ്തു. അതിപ്പോൾ എന്നിട്ട് ഇത്രയുമാണ് നമ്മൾ എടുത്തത്, ഇതാക്കി. അപ്പോൾ നമ്മളിവിടെ ഒരു -4 = 0 ആക്കി. നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. x - 2 the whole square plus y² = 2². ഓക്കെ, ഇതിലും കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ. ഇത് നമ്മൾ +4 -4 ചെയ്തു, ഒരു 4 ആഡ് ചെയ്തു, ഒരു 4 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും x² - 4x + 4. അതെന്താ, x - 2 the whole square അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ ലൈക്ക് ഈ ഇക്വേഷന് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റില്ലേ, വരയ്ക്കാൻ പറ്റില്ല. ഇത് x ആക്സിസ്, y ആക്സിസ്, x = 0. അപ്പോൾ ഇവിടെ സെൻറ്റർ എന്താ, സെൻറ്റർ 2ഉം 0യാണ്. അപ്പം x ആക്സിസിൽ 1, 2, y ആക്സിസിൽ 0. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിൾ. ഇതിൻ്റെ റേഡിയസ് 2 ആണ്. അപ്പോൾ ലൈക്ക് ഇത് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ വരത്തില്ല. ഇതാണ് നമ്മുടെ സർക്കിൾ. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് കോഡ്. ഈ കോഡിൻ്റെ മിഡ് പോയിൻ്റ് ഇവിടെയാണ്. സോ ലൈക്ക് നമുക്ക് ഇവിടെ നിന്നൊരു കോഡുണ്ട്, ഇതിൻ്റെ മിഡ് പോയിൻ്റ്
1,0 ആണെങ്കിൽ കോഡിൻ്റെ ലൈൻ ഇങ്ങനെ ആയിരിക്കില്ലേ, ലൈക്ക് ഇതായിരിക്കില്ലേ കറക്റ്റ് മിഡ് പോയിൻ്റ് കോഡ് ഇതാണെങ്കിൽ ഇങ്ങനെ തന്നെ വരണ്ടേ. ഇങ്ങനെ വന്നാൽ മിഡ് പോയിൻ്റ് ആവില്ല, ഇങ്ങനെ വന്നാൽ മിഡ് പോയിൻ്റ് ആവില്ല. സോ ലൈക്ക് കോഡ് വരാൻ പറ്റുന്നത് മിഡ് പോയിൻ്റ് കറക്റ്റ് 1,0 ആവണമെങ്കിൽ ഇങ്ങനെ ഒരു കോഡല്ലേ വരാൻ പറ്റും, സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള കോഡ്. അപ്പോൾ അതാണ് x=1 എന്ന് പറയുന്നത്. സോ യാ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, so guys, let's do the third problem. The third problem idana, there is a circle x square plus y square minus 12x plus 4y plus 6. X square plus y square minus 12x plus 4y plus 6 equal to 0. ഇതിനാണ് guys, ഇതിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന വൺ ഓഫ് ദ ഡയമെട്രിക്കൽ കോഡ് ഓഫ് ദ സർക്കിൾ. ഡയമെട്രിക്കൽ കോഡ് എന്ന് വെച്ചാൽ ഒരു സർക്കിളുണ്ട്, അതിനൊരു സെൻറ്റർ ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ഡയമീറ്ററിക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, കാരണം ഡയമീറ്റർ ഒരു കോഡാണല്ലോ. ഏതെങ്കിലും ഒരു ഡയമീറ്റർ കോഡ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. ഓപ്ഷൻസ് ലൈക്ക് x + y = 0, x + 3y = 0, x = y and 3x + 2y = 0. ഓക്കെ, സോ യാ, ഇതിന് നമ്മൾ നേരത്തെ പോലെ നമ്മളിതിനെ ഒരു സ്റ്റാൻഡേർഡ് സർക്കിൾ ഇക്വേഷൻ ആക്കണം, എന്നാലും നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വരയ്ക്കാൻ പറ്റിയാലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം എക്സിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതണം, വൈയുടെ ടേംസ് ഒരുമിച്ച് എഴുതണം. y² + 4y + 6 = 0. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇത് നോക്കണം. 12x ആണ്. ഇതിന് എന്ത് വെച്ച് മൈനസോ സബ്ട്രാക്റ്റോ ചെയ്ത ഹോൾ സ്ക്വയർ ഇതെല്ലാം നമുക്കിത് കിട്ടാം. ഓക്കെ, ഇതിന് നമുക്ക് പകുതി എടുക്കണം. 12/2 6. അപ്പോൾ നമ്മൾ -6, കാരണം നടുക്ക് മൈനസ് ആണ് വരുന്നത്, ദാറ്റ് ഈസ് എ മിഡിൽ ടേം റൈറ്റ്. -6 ചെയ്താൽ ലൈക്ക് ഇതിനെ സ്ക്വയർ ചെയ്ത് നോക്കിയാൽ x² - 12x + 36. ഓക്കെ, സോ ഇത് നമ്മളിവിടെ കൊണ്ടുവരണം. +36 ഇതിലേക്ക് ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. +36 - 36 = 0. എന്നിട്ട് നമ്മൾ ഈ 3 ടേംസ് എടുത്തിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് എഴുതണം. x - 6 ഹോൾ സ്ക്വയർ പ്ലസ് ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ദിസ് ഇസ് സിംപ്ലി y + 2 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 4. നമ്മൾ എന്ത് ആഡ് ചെയ്താലും അതിനെ സബ്ട്രാക്റ്റും കൂടി ചെയ്യണം. ദിസ് +6 - 36 - 4 = 0. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്ര ഉള്ളൂ കാര്യം. നമ്മൾ ലൈക്ക് ഇത് നമ്മളൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് പടം വരയ്ക്കാനുള്ള എളുപ്പത്തിന് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് കിട്ടും x - 6 ഹോൾ സ്ക്വയർ പ്ലസ് y + 2 ഹോൾ സ്ക്വയർ -2 36 37 38 = 38. √38 ഹോൾ സ്ക്വയർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടും ദിസ് ഇസ് ഇൻ ഈ സെൻറ്റർ എന്ന് പറയുന്നത് 6, -2 ആണ്. -2 ആണ്. +2 ആണെങ്കിൽ ഇവിടെ അവിടെ -2 ആയിരിക്കണം. ഓക്കെ, 6, -2 ആണ്. ഡയമീറ്ററിൽ കോഡെന്ന് വെച്ചാൽ 6, -2 ആ ലൈനിൽ കൂടെ പാസ് ചെയ്യണം. ഡയമീട്രിക്കൽ കോഡാണ്. സെൻറ്റർ എന്തായാലും ഈ ഡയമീട്രിക്കൽ കോഡിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ അതിൽ ഇട്ട് കൊടുക്കുക. 6 - 2 ≠ 0. അപ്പോൾ ഇത് പറ്റത്തില്ല. 6 - 6 = 0. അപ്പോൾ ഇത് വേണേൽ പറ്റും. 6 = -2, ദാറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. 6 3s are 18 - 4 ≠ 0. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി, x + 3y = 0. അപ്പം ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ജസ്റ്റ് ലൈക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം എന്ന് മനസ്സിലായിട്ട് നമുക്ക് സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കാൻ പറ്റണം. സെൻറ്റർ മാത്രം കിട്ടിയാലും മതി, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഹലോ ഗൈസ്, ഇനി നമുക്ക് ഇച്ചിരി ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഓക്കെ, ഇതൊരു ഇൻ്റഗ്രേഷനിൽ തൊട്ടിട്ടില്ല ഗൈസ്, ഇൻ്റഗ്രേഷനിൽ തൊടാം. സൈൻ ക്യൂബ് എക്സ് കോസ് ക്യൂബ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ. ഇത് ഒരു ഇൻഡെഫിനറ്റ് ഇൻ്റഗ്രലാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വളരെ വലിയ സംഭവത്തിലാണ്. സൈനും കോസും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ആണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഓക്കെ, ചെയ്യാം. ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ, ഇങ്ങനെ സൈൻ എക്സ് കോസ് എക്സ് ഒക്കെ വരുമ്പം നമുക്ക് യുവിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റുമെന്ന് നോക്കണം. നമ്മളിങ്ങനെ യു എന്നൊക്കെ പറയത്തില്ലേ, യു ഡി യു, ഇങ്ങനെ വല്ലതും എഴുതാൻ പറ്റുമോ നോക്കണം. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ബാക്കി സൈൻ എക്സ് ഇവിടെ എഴുതി വെച്ചു. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചാൽ കോസ് എക്സിനെ നമ്മൾ യു ആയിട്ട് എടുത്താൽ സൈൻ എക്സിനെ നമുക്ക് ഡി യു ആയിട്ട് എടുത്തൂടെ? സൈൻ എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. അതായത് ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ എക്സിനെ നമ്മൾ കോസ് എക്സിൻ്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് സൈൻ എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ ഓഫ് കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് ക്യൂബ് എക്സ് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോസ് എക്സിനെ യു ആയിട്ട് എടുത്തു. കോസ് എക്സ് ഈക്വൽ ടു യു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് അല്ലേ ഗൈസ്? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു ഡി യു, അതായത് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു. സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു. പിന്നെ നമ്മുടെ എന്താ കോസ് എക്സ് യു മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി യു. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് എടുത്ത് നമ്മൾ പുറത്തിട്ടു. കോസ് സ്ക്വയർ യു സ്ക്വയർ മൈനസ് യു ക്യൂബ് ഡി യു. സോ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടില്ലേ, ഇത് നമുക്കറിയാനുള്ള സംഭവം. ഇത് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെ എഴുതാം. യു സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ യു ക്യൂബ് ബൈ 3 മൈനസ് യു റേസ് ടു 4 ബൈ ഗൈസ് 4 ആണേ. അപ്പോൾ യു റേസ് ടു 5 ആവും. സോ യു റേസ് ടു 5 ബൈ 5. സോ ഇത് ആക്ച്വലി വരുന്നത് യു റേസ് ടു 5 ബൈ 5 മൈനസ് യു ക്യൂബ് ബൈ 3. ഇപ്പോൾ യുവിന് വരെ നമ്മൾ എഴുതണം കോസ് 5x ബൈ 5 മൈനസ് cos cube x by 3 plus c. This is indefinite integration, so plus c നമ്മൾ എഴുതണം. So yes guys, ഇത് ഓപ്ഷനിൽ ഉണ്ട്. cos raised to 5x by 5 minus cos cube x by 3 plus equals to. Actually it depends on the options also. നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം റേസ് ടു 5 ഉള്ള ഓപ്ഷൻ, റേസ് ടു സംതിങ് ഉള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിന് നമ്മൾ എന്തെങ്കിലും യു റേസ് ടു സംതിങ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് കത്തണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് യൂഷ്വലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് പ്രോബ്ലം.